മനസ്സിനിണങ്ങിയ ഡെയിലി വെയർ ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷന് പുറമെ ട്രെൻഡി ഡിസൈൻ ആഭരണങ്ങളുടെ സമാനതകളില്ലാത്ത ശ്രേണി നിങ്ങളെ കാത്തിരിക്കുന്നു. വരൂ, പണത്തിനൊത്ത മൂല്യത്തിൽ സ്വർണം സ്വന്തമാക്കാൻ മലബാർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ ഭൂജല സംരക്ഷണത്തെക്കുറിച്ചുള്ള ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ ഭൂജല സംരക്ഷണവും പരിപോഷണവും എന്ന വിഷയത്തിലാണ് ഏകദിന സെമിനാർ സംഘടിപ്പിച്ചത്. പാലക്കാട് ഭൂജല വകുപ്പിന്റെ നേതൃത്വത്തിലായിരുന്നു സെമിനാർ. പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ ടി.പി. ഷാജി സെമിനാർ ഉദ്ഘാടനം ചെയ്തു. ഒഴിവാക്കാൻ കഴിയാത്ത ഒന്നാണ് വെള്ളം. ഒരുപക്ഷെ മനുഷ്യന്റെ ജീവൻ തന്നെ, അല്ലെങ്കിൽ മനുഷ്യനല്ലാത്ത ജീവികളുടെ ആണെങ്കിലും അവരുടെ ജീവൻ നിലനിർത്തുന്നത് വെള്ളത്തിലൂടെയാണ്. ഒരുപക്ഷെ നമുക്ക് വെള്ളം നമ്മുടെ പ്രദേശത്ത് ലഭിച്ചിട്ടില്ലെങ്കിൽ മനുഷ്യ ജീവൻ തന്നെ നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യങ്ങൾ നിലവിൽ വരും. നമ്മുടെ നാട് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമുക്കറിയാം, പ്രകൃതിയെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമായിട്ടാണ് കഴിഞ്ഞ തലമുറകളൊക്കെ മുന്നോട്ട് പോയിരുന്നത്. തോടുകളായാലും ചെറിയ നദികളായാലും കൃഷിയിടങ്ങളായാലും അതിനൊക്കെ പരിപൂർണമായി സംരക്ഷിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയിരുന്നത്. എന്നാൽ പിന്നീട് ഭൂമിയെ പലതരത്തിലുള്ള ചൂഷണങ്ങൾക്ക് വിധേയമാക്കിക്കൊണ്ട് കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഉൾപ്പെടെ നമ്മുടെ നാട്ടിലൊക്കെ സംഭവിച്ചു. ഇപ്പോൾ മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ടൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. എങ്ങനെ കുന്നുകളെയും മലകളെയും സംരക്ഷിക്കണം, എങ്ങനെ വെള്ളം അല്ലെങ്കിൽ ജലസ്രോതസ്സുകളെ സംരക്ഷിക്കണം എന്നൊക്കെ. അപ്പൊ അത്തരം റിപ്പോർട്ടുകൾക്ക് വിരുദ്ധമായ തരത്തിലുള്ള പല പ്രവർത്തനങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ ചൂരൽമലയിൽ സംഭവിച്ചതുപോലെയൊക്കെ ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഒരു പുതിയ തലമുറക്ക് നിലവിലുള്ള ജലസ്രോതസ്സുകൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നിരവധി മാർഗങ്ങൾ സർക്കാരിന്റെ കൈവശമുണ്ട്. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ എം.ആർ. രശ്മി അധ്യക്ഷയായിരുന്നു. കൗൺസിലർമാരായ സി. സംഗീത, സി.പി. സജാദ്, ഭൂജല വകുപ്പ് ജൂനിയർ ജിയോഫിസിസ്റ്റ് വി.എ. ശബനം, ടി. ലാൽ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. ഭൂജല സംരക്ഷണവും പരിപോഷണവും എന്ന വിഷയത്തിൽ ഡോക്ടർ കെ. വാസുദേവൻ പിള്ള ക്ലാസ് എടുത്തു.